അടിപൊളിയാണ്, എല്ലാവരും കാണേണ്ടതാണ്. ആക്ച്വലി ഇല്ല, നല്ല മൂവിയാണ്. അക്ഷയ് ഖന്ന അടിപൊളിയാണ്, നല്ല പെർഫോമൻസ് ആണ്. എല്ലാവരും കാണേണ്ട സിനിമയാണ്. നല്ല പെർഫോമൻസ് ആണ്. എല്ലാവരും മേക്കിംഗ് അടിപൊളിയാണ്. മെയിനായിട്ട് മേക്കിംഗ് ആണ്. പിന്നെ സ്റ്റോറി എല്ലാം അതേപോലെ തന്നെയാണ്. ഫുൾ എൻഗേജ്ഡ് ആവും മൂവിയാണ്. ഒരു ബോറടി പോലും ഇല്ല. കിടിലം പടം, മസ്റ്റ് വാച്ച്, തിയേറ്റർ വാച്ച് പടമാണ്. എന്തായാലും തിയേറ്റർ വന്ന് കാണാനുള്ള കിടിലം പടം. 3.5 മണിക്കൂർ പോകണം അറിയില്ല. എല്ലാം കിടിലം, എല്ലാവരും കിടിലമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പടം തിയേറ്റർ വാച്ചാണ്. ഇതാണ് സിനിമ. കൊള്ളാം, ഇഷ്ടപ്പെട്ടു. കൊള്ളാം, കുഴപ്പമില്ല, വൺ ടൈം വാച്ചബിൾ. ദുരന്തരം കൊള്ളാം കേട്ടോ. അഭിനയം വൈസ് ഇല്ല, പക്ഷെ സ്റ്റോറി വൈസ് എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടു. വയലൻസ് ഒക്കെ നല്ല രീതിയിൽ കാണിച്ചിട്ടുണ്ട്. ചെറിയൊരു ലാഗ് ഉണ്ട്, പക്ഷെ ഇങ്ങനത്തെ പടം ഇങ്ങനെ എടുക്കാനേ പറ്റുള്ളൂ. ഒരു കൺട്രിയുടെ ഫുൾ സ്റ്റോറി കാണിക്കണമല്ലോ. തിയേറ്റർ എക്സ്പീരിയൻസ് ആയി സാർ. അടിപൊളി കൊള്ളാം. സിനിമയുടെ മേക്കിങ്ങും രൺവീർ സിംഗും പിന്നെ അക്ഷയ് ഖന്നയും. 3.5 മണിക്കൂർ പോകണം അറിയോ? ഇല്ല, സമയം അറിഞ്ഞിട്ടില്ല, പോകുന്ന സമയം അറിഞ്ഞില്ല. അടിപൊളിയായിട്ട് നന്നായിട്ടുണ്ട്. സെക്കൻഡ് പാർട്ടിന് വരാനുള്ള പൂർത്തിയായിട്ടില്ല. BJPക്ക് അനുകൂലമാണ്. നല്ല പടം. ദുരന്തരാണ് കണ്ടത്. നല്ല പടം തന്നെ, കൊള്ളാം. അഭിനയം അക്ഷയ് ഖന്ന ഒരു രക്ഷയില്ല. പിന്നെ രൺവീർ ആയാലും എല്ലാം കണ്ടിരിക്കാൻ നൈസാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് പറയണ്ടല്ലോ, ഏരീസ് തീയാണ്. പെർഫോമൻസ് ഒക്കെ അടിപൊളി, എടുത്തിരിക്കണം, നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. സൂപ്പർ, ഒരു 3.5 മണിക്കൂർ പോകണം അറിയില്ല. നല്ലൊരു എന്റർടൈൻമെന്റ് ആണ്. നമ്മളെ പിടിച്ചിരുത്ത്, നമ്മൾ അടുത്ത ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഇനി അടുത്ത പാർട്ടിലോട്ട് കാത്തിരിക്കുക. ഫിലിമായിരുന്നു, അടിപൊളിയായിരുന്നു, ഇഷ്ടപ്പെട്ടു. പടത്തെക്കുറിച്ച് അതായത് വേറൊന്നുമല്ല, നമ്മൾ സാധാരണ ഒരു സ്പൈ യൂണിവേഴ്സ് മുമ്പ് കാണുന്ന ആ ഒരു രീതിയിലല്ല. ഇത് കൃത്യമായിട്ട് നമ്മുടെ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ആ ഒരു അജിത് ഡോവലിനെ ആ രീതിക്ക് ഫോക്കസ് ചെയ്ത് നല്ല രീതിക്ക് തന്നെ എടുത്തിട്ടുണ്ട്. അതോടൊപ്പം പാകിസ്ഥാനിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും കൂടെയൊക്കെ അറിഞ്ഞ് ഫിലിം കണ്ടാലേ കുറച്ചുകൂടെ അറിയും. BLA പറ്റിയോ അങ്ങനെ കുറേ ഇതും അത് നമ്മുടെ കാണ്ടഹാർ വിമാന റാഞ്ചിൽ മുതൽ ഇങ്ങോട്ടുള്ള എല്ലാം കറക്റ്റായിട്ട് കാണിക്കുന്നു. അടിപൊളി ഫിലിമാണ്. അക്ഷയ് ഖന്ന തകർത്തു, അടിപൊളിയായിട്ട് അഭിനയിച്ചു, അടിപൊളിയായിരുന്നു. 3.5 മണിക്കൂർ പോകണം അറിയോ? 3.5 മണിക്കൂർ പോകുന്നത്, അതായത് കഥ നന്നായിട്ട് അറിയാമെങ്കിൽ അറിയില്ല, അല്ലാന്നുണ്ടെങ്കിൽ നല്ല ലാഗായിരിക്കും. കാര്യം ഒന്നാമത് ലാംഗ്വേജിൻ്റെ ഇഷ്യൂ വരുന്നുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ പോലെ സാഹചര്യങ്ങൾ അതിനകത്ത് എന്താണ് കാണിക്കുന്നത് നമുക്ക് അറിയാതെ ആ രീതിയിൽ, അതായത് ഇതിനു മുമ്പ് നമ്മൾ ഇറങ്ങിയ യഷ്രാജ് ഫിലിംസിന് അതിൻ്റെ സ്പൈ യൂണിവേഴ്സുമായിട്ട് നല്ല വ്യത്യാസമുണ്ട്. നല്ല രീതിക്ക് എടുത്തേക്കാം, അടിപൊളിയാണ്. പടം കൊള്ളാം, നല്ല പടം, കണ്ടുകൊണ്ടിരിക്കുക. അവനഭിനയ സെറ്റാണ്, നല്ല പടമാണ്, കാണാം, കണ്ടുകൊണ്ടിരിക്കാം. 3.5 മണിക്കൂർ പോകണം. 3 അറിയില്ല, ലാഗൊന്നും ഇല്ല, പക്കയാണ്, സെറ്റായിട്ട്. ആൾക്കാർ റിവ്യൂ തരുന്ന പോലെ ഇൻസ്റ്റാഗ്രാമിൽ അത്ര മോശം പറയാനില്ല, ബട്ട് ഇറ്റ്സ് നോട്ട് ദാറ്റ് ഗ്രേറ്റ് ആസ് വാട്ട് ദ പീപ്പിൾ ആർ ടോക്കിംഗ് അബൌട്ട്. ഇല്ല, എനിക്ക് അങ്ങനെ ഒന്നും തോന്നുന്നില്ല. ഇറ്റ്സ് എന്റർടൈനിങ് മൂവി. പക്ഷേ നമ്മൾ ഒരു എക്സ്പെക്ടേഷൻ ആയിട്ട് വരുമ്പോൾ അത്ര എക്സ്പെക്ടേഷൻ മാച്ച് ആവണില്ല എന്ന് മാത്രമാണ്. അഭിനയം അക്ഷയ് ഖന്ന. ഈ ഒരു സിനിമ ഞാനൊരു വ്യത്യസ്ത രീതിയിലാണ് കാണാൻ കാരണം എന്ന് പറയുമ്പോഴത്തേക്ക് ആത്യന്തികമായിട്ടൊരു കലാസൃഷ്ടിയാണ്. നമ്മൾ കാണുന്ന കാഴ്ചക്കാരൻ്റെ ഇച്ഛയ്ക്കനുസരിച്ചിട്ട് നമുക്കത് നോക്കി കാണാം. 7 വർഷത്തോളം ഞാൻ ബാംഗ്ലൂരിൽ ജീവിച്ചൊരു വ്യക്തിയാണ്. ബാംഗ്ലൂർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ തന്നെ അയൽ സംസ്ഥാനമായ കർണാടകയുടെ ക്യാപിറ്റലാണ്. അവിടെ ഞാൻ ജീവിച്ചപ്പോഴത്തേക്ക് ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ ഈ കന്നഡ ഭാഷ തീവ്രവാദം തന്നെ കന്നഡ ഭാഷ തീവ്രവാദം തന്നെ ഞാൻ പറയും. കാരണം അതങ്ങനെ. പക്ഷേ എനിക്ക് അതിനോട് എനിക്ക് പക്ഷേ കന്നഡ ഭാഷയോട് എനിക്ക് യാതൊരു ವಿರಕ್ತಿಯಿಲ್ಲ. ನನಗೆ ಕನ್ನಡ ಅರ್ಥ ಆಗುತ್ತೆ, ಕನ್ನಡ ಮಾತಾಡೋದು ನನಗೆ ಏನು ಪ್ರಾಬ್ಲಮ್ ಇಲ್ಲ. ನನಗೆ ಕನ್ನಡ ಬರುತ್ತೆ, ಅರ್ಥ ಆಗುತ್ತೆ. ಬ್ಯಾಂಗ್ಳೂರು ಕನ್ನಡ ಮತ್ತೆ ಬಿಟ್ಟು ಕರ್ನಾಟಕ ಮತ್ತೆ ಏರಿಯಾ ಹೋಗುತ್ತೆ ಅಂತ ನನಗೆ ಅರ್ಥ ಆಗಲಿಲ್ಲ. ഞാൻ ഒരു വെറുപ്പ് എൻ്റെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിയല്ല. ഒരു കർണാടകയിൽ അല്ലെങ്കിൽ ഒരു ബാംഗ്ലൂർ ഒരു കന്നഡ. അവിടെ കന്നഡ ഭാഷ തീവ്രവാദ ആൾക്കാർ നടത്തുന്നതിനോട് എനിക്ക് ഭയങ്കര വിയോജിപ്പാണ്. ഇത് ഞാനൊരു ആമുഖമായിട്ട് ഞാൻ പറയുന്നതേ ഉള്ളൂ. ഈ ഒരു സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു സിനിമ എന്ന് പറയുമ്പോഴത്തേക്കും എന്താ പറയുക, പാകിസ്ഥാനിൻ്റെ കൂടുതൽ പാകിസ്ഥാനികളുടെ ആൾക്കാരുടെ അവിടുത്തെ ആൾക്കാരുടെ പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് ഈ ഒരു സിനിമയുടെ കഥ പറഞ്ഞു പോകുന്നത്. നമ്മൾ ഈ കഴിഞ്ഞ കുറച്ച് 3-4 വർഷങ്ങളായിട്ട് നമ്മൾ ചില ഓൺലൈൻ ചാനലുകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഇപ്പം തകരും, പാകിസ്ഥാൻ നാല് ഭാഗമായിട്ട് ഇപ്പം പോകും, അതിലൊന്ന് ബലൂചിസ്ഥാനാണ്, ബലൂചിസ്ഥാൻ ഇപ്പം സെപ്പറേഷൻ ആവും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേരിങ്ങനെ പറയുന്നതാണ്. അപ്പം നമ്മളൊക്കെ ആലോചിക്കും അങ്ങനെയാണോ ഒരു രാജ്യമൊക്കെ അങ്ങനെ ഇത്ര ഈസി ആയിട്ടൊക്കെ പോകുമെന്നൊക്കെ വിചാരിക്കും. പക്ഷേ അങ്ങനെ പറഞ്ഞ് വീഡിയോ ചെയ്യുന്നവരൊക്കെ ഈ ഒരു സിനിമ ഒന്ന് കാണണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം ഈ ഒരു സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി കാരണം പാകിസ്ഥാനിൻ്റെ അകത്തുള്ള റീജിയണൽ പൊളിറ്റിക്സ്. നമ്മുടെ ഇപ്പം ഓരോ രാജ്യം എടുത്തു കഴിഞ്ഞാലും നമ്മളെന്താ അപ്പം ചില രാജ്യങ്ങൾ ഭാഷാപരമായിട്ട് ഭയങ്കര യുണൈറ്റഡ് ആയിരിക്കും. പക്ഷെ അതോടൊപ്പം തന്നെ അവർക്ക് വിഘടിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും നോർത്ത് ഈസ്റ്റ് വെസ്റ്റ് സൗത്ത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങളുണ്ടാകും. അപ്പം പാകിസ്ഥാനിൽ ഇങ്ങനെ ഉണ്ട്,
പക്ഷെ ആത്യന്തികമായിട്ട് അവരെല്ലാം എങ്ങനെ ഒരുമിക്കുന്നു എന്നുള്ള രീതിയിൽ ഈ സിനിമ അവർ കാണിച്ചു തരുന്നുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബലൂചിസ്ഥാൻ തീർന്നു, മറ്റതാണ് മറിച്ച് കാണുന്നൊക്കെ പറയുന്ന മാതിരി ആദ്യം ഒരു സിനിമ ഒന്ന് കാണണം. ആ ഒരു പൊളിറ്റിക്സ് നല്ല രീതിയിൽ ഒരു സിനിമ പറഞ്ഞു പോകുന്നു. ഒരു സിനിമയിലൊരു ഡയലോഗുണ്ട്, അതായത് ലിയാരി എന്നുള്ളൊരു ടൗൺ, അതായത് കറാച്ചിയിൽ. അപ്പം നമ്മളിപ്പം ക്രിക്കറ്റിലൊക്കെ പറയും, എനിക്ക് ആ ഒരു എക്സാക്റ്റ് ഒരു ഇത് എനിക്കിപ്പോൾ കിട്ടുന്നില്ല. പാകിസ്ഥാനിൽ അവർ പറയുന്നതാണ്, ലിയാരി ടൗൺ ആരാണോ വിജയിക്കുന്നത് അവർ കറാച്ചി പിടിക്കും. അവർ പറയുന്നുണ്ട്, ഈ ഒരു സിനിമയിൽ പറയുന്നുണ്ട്, അതായത് ലിയാരി എന്നുള്ള ഒരു പ്രവിശ്യ കറാച്ചിക്കകത്തുള്ള ആ പ്രവിശ്യ പിടിക്കുന്നവർ ലിയാരി ഭരിക്കാൻ പറ്റും, അവർക്ക് കറാച്ചി ഭരിക്കാൻ പറ്റും, എന്നാൽ കറാച്ചി അവർക്ക് പാകിസ്ഥാൻ റൂൾ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഇടയിലേക്ക് ഒരു ഇന്ത്യൻ സ്പൈ കടന്നുകൂടി കഴിഞ്ഞാലുള്ള കുറേ കാര്യങ്ങളാണ് ഈ ഒരു സിനിമ മൊത്തം പറഞ്ഞു പോകുന്നത്. പല കാര്യങ്ങളുണ്ട്. അപ്പം നമ്മളിപ്പം ഒരു നിഷ്പക്ഷ ഒരു കണ്ണട എടുത്ത് വെച്ചിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റില്ല. അപ്പം നിങ്ങൾ തുറന്ന മനസ്സോടെ വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തരം ചാനലുകളെയും എല്ലാത്തരം രാഷ്ട്രീയത്തെയും ഫോളോ ചെയ്യുന്നൊരു വ്യക്തിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്കൊരു സ്വതന്ത്രപരമായിട്ടുള്ളൊരു നിലപാടെടുക്കാൻ ഒരു സിനിമ കാണിക്കുന്നുണ്ട്, ഇത് പറയുന്നുണ്ട്. അപ്പം ഇങ്ങനെയാണ് ഒരു സ്വതന്ത്രത ഈ ഒരു സിനിമ എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്ന് എനിക്ക് പറയാൻ പറ്റും. എന്നാൽ അതോടൊപ്പം നിങ്ങൾ ഇന്നപക്ഷം ത്തിൽ നിൽക്കുന്നവരാണ്, അല്ലെങ്കിൽ മറ്റേ പക്ഷത്ത് നിൽക്കുന്നവരാണ്, നിങ്ങൾക്ക് ഈ ഒരു സിനിമ പൂർണ്ണമായിട്ട് ചിലപ്പോൾ നിങ്ങളെ ഹർട്ട് ചെയ്യാൻ പറ്റുന്ന ചാൻസ് ഉണ്ട്. അതാണ് ഞാൻ എടുത്തു പറഞ്ഞത് ബലൂചിസ്ഥാൻ എന്നുള്ളൊരു എടുത്തു പറഞ്ഞത്. കാരണം ബലൂചിസ്ഥാൻ ഇപ്പം അത് ലിബറേഷൻ ആവും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ തുള്ളിച്ചാടുന്ന ഒത്തിരി പേര് കേരളത്തിലടക്കം നമുക്ക് കാണാൻ സാധിക്കും. അവരുടെ ഇല്ല എല്ലാവർക്കും പൊട്ടുന്ന ഒരു സിനിമയാണിത്. എന്നാൽ അത് ശരിക്കും എല്ലാവർക്കും മനസ്സിലാവുന്നില്ല ഈ ഒരു സിനിമ കണ്ടിട്ട്. കാരണം ഈ ഒരു സിനിമ ഭയങ്കര പ്രൊപ്പഗണ്ടയാണ്. ശരിയാണ്, നമ്മളിപ്പോൾ ഒരു സിനിമയുടേതായുള്ള സിനിമയായിട്ട് കാണണം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും സിനിമയ്ക്കകത്ത് പ്രൊപ്പഗണ്ടയാണ്. മലയാള സിനിമകളിലും എത്രയോ മലയാള സിനിമകളിൽ നമ്മൾ പ്രൊപ്പഗണ്ടയാണ് നമ്മൾ കാണുന്നു, സിനിമയായിട്ട് കാണിക്കുക. അപ്പോൾ എല്ലാവർക്കും അവരുടെ ഒളിച്ചു കടത്തലുകളെല്ലാം പലരും പല സിനിമകളിലൂടെ കടത്തിയിട്ടുണ്ട്. ഈ ഒരു സിനിമയിൽ കടത്തിയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും പൊട്ടിയിട്ടാണ് അവർ കടത്തുന്നത് എന്നുള്ളത്. അതാണ് എനിക്ക് ഈ ഒരു സിനിമ ഇഷ്ടപ്പെടാനുള്ള കാരണം. പൊട്ട് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്, അല്ലാതെ നമ്മൾ ഇതാണ് നമ്മൾ മാത്രം മറ്റത് ഇത് മറിച്ചത്. ഇപ്പോൾ ഈ സിനിമയുടെ തുടക്കത്തിൽ ഒരു ഭഗവത്ഗീതയുടെ ഒരു വേഴ്സ് അവർ കാണിക്കുന്നുണ്ട്. ഞാൻ വിശ്വാസിയോ അല്ലെങ്കിൽ ഭഗവത്ഗീത വായിക്കുന്നതോ അല്ലെങ്കിൽ അങ്ങനത്തെ ഇതല്ല, പക്ഷേ ഒരു എസൻസ് എനിക്കറിയാം. അതുകൊണ്ട് മാത്രം തുടക്കം പോലെ ഇത് അങ്ങനെ അതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല. എന്നാൽ അതേസമയം ഇപ്പുറത്ത് ഞാൻ പറഞ്ഞില്ലേ ഇതുണ്ട്. അപ്പം ഏതെങ്കിലും പക്ഷം പിടിക്കാതെ നിങ്ങൾ ഒരു ഓപ്പൺ മൈൻഡോടെ ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു സിനിമ. പിന്നെ ആത്യന്തികമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ബാംഗ്ലൂരിലെ കന്നഡ തീവ്രവാദം, എന്തുകൊണ്ട് ഞാനത് പറഞ്ഞത് കന്നഡ ഭാഷാ തീവ്രവാദം എടുത്ത് പറയണം, കന്നഡ തീവ്രവാദമല്ല, സോറി, ഞാനത് ക്ഷമ ചോദിക്കുകയാണ്. കന്നഡ തീവ്രവാദം എന്ന് പറഞ്ഞിട്ട് കന്നഡ ഭാഷാ തീവ്രവാദം എന്നെടുത്ത് തന്നെ പറയണം. അതെന്തുകൊണ്ട് നമ്മൾ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ സൗത്ത് ഇന്ത്യക്കാരെ സംഭവിച്ചിട്ട് നമുക്ക് ഇതൊന്നും വലിയ പ്രശ്നമല്ലായിരിക്കാം. എന്താ പറയുക, ഒരു റീജിയണൽ വൈസ് ഒരു പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഒരു തീവ്രവാദപരമായ ചിന്തയിലേക്ക് പോയ ഒരു റീജിയൺ നമ്മുടെ ഇന്ത്യക്കകത്ത് തന്നെ ഉണ്ട്. അത് സിനിമയ്ക്കകത്തെടുത്ത് കാണിക്കുന്നുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം ആ ഒരു കാര്യം. നിങ്ങൾ കുറച്ചുകൂടെ ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അപ്പോൾ അത് റിയാലിറ്റിയാണ്. നാളെ ഇപ്പം ഞാനൊരു പക്ഷേ ബാംഗ്ലൂരിൽ വന്നിട്ട് അയ്യോ ഞാൻ കന്നഡ സംസാരിക്കുന്നതിനാണ്, എന്നെ തമിഴനും മലയാളിയും തെലുങ്കിലും എന്നെ ഇത് ചെയ്യാൻ വരുന്നു, യവനെതിരെ പോരാടാനായിട്ട് എനിക്ക് എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഞാൻ ആ ഒരു പൊളിറ്റിക്സിൻ്റെ ഇതിൽ ഞാൻ ചിലപ്പോൾ വന്നു പോകാം. അതൊരു മനുഷ്യത്വമാണ്. നമ്മളിപ്പം ഈ ലോകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കോൺഫ്ലിക്ട്സുകളുടെ ഒരു അയ്യരുകളിയാണ് നമ്മുടെ ഈ ഒരു ലോകം എന്ന് വെച്ച് കഴിഞ്ഞാൽ. നമ്മളിപ്പോൾ ഏത് പൊളിറ്റിക്സ് എടുത്ത് നമ്മളെല്ലാം നാളെ മുതൽ ഇവിടെ മതമില്ല, ജാതിയില്ല, മറ്റതില്ല, മറിച്ചയില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇവിടെ എന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് ഇവിടെ ഉണ്ടാകും. അത് ഒരു മനുഷ്യൻ്റെ ഒരു ആത്യന്തികമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം അതിവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുക. അതിന് മതം, ജാതി, ഭാഷ ഇങ്ങനെ അതീതമാണ്. പക്ഷേ എന്തെങ്കിലും കാരണം കൊണ്ട് നമ്മളൊരു വിഘടിക്കാനുള്ള ഒരു കാരണം. ഇപ്പോൾ തിരുവനന്തപുരത്ത് എടുത്തു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ പറയാം, തിരുവനന്തപുരത്തിൻ്റെ ആ ഒരു ഏരിയ ഈ ഒരു ഏരിയ ഇതിന് തമ്മിൽ ശരിയാവില്ല, ഇത് നമുക്ക് ഇങ്ങനെയാണ് വിഘടിച്ച് നിൽക്കാനുള്ള ഒരു 100,000 കാരണങ്ങൾ നമുക്ക് തന്നെ പറയാനുണ്ടാവും. ഇതൊക്കെ ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ഇതൊന്നും ഞാൻ പറഞ്ഞു വന്നപ്പോഴത്തേക്കും ഇതെല്ലാം കുറേ എനിക്കറിയാം, കുറേ ഇതാക്കി പോയെങ്കിലും ഇങ്ങനെ കുറേ ഇതുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു സിനിമ കണ്ടു കഴിയുമ്പോഴത്തേക്കും നമുക്ക് എൻ്റെ ഒരു അൾട്ടിമേറ്റ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തുറന്ന മനസ്സോടെ ഒരു സിനിമയെ ഒരു കലാസ്വാദകനായിട്ട് നിങ്ങളൊരു സിനിമ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ എല്ലാവരെയും കൊട്ടുന്ന ഒരു സിനിമയാണ്. ആ കൊട്ട് മനസ്സിലാക്കാനാണെങ്കിൽ നിങ്ങൾ തുറന്ന കണ്ണ്
പൂർണ്ണമായിട്ട് തുറന്നിരിക്കണം. നമ്മൾ കണ്ണ് പകുതി അടഞ്ഞിരുന്നാലും പ്രശ്നമാണ്, നമ്മൾ 25% അടഞ്ഞിരുന്നാലും പ്രശ്നമാണ്. 100% തുറന്നിരുന്നത് ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു കൊട്ട് കൊള്ളുന്നത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരെയും ഇട്ട് കൊട്ടുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു ബോളിവുഡ് സിനിമ. കാരണം ഇത്രയും നാളുകൾക്ക് ശേഷമാണ് ഇവിടെ ഞാൻ തന്നെ ഈ ഒരു സിനിമ കണ്ടിട്ട് ഒരാഴ്ച ഞാൻ പിടിച്ചു നിന്നു സിനിമ കാണുന്നത്. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്ന ഒരു റിവ്യൂവറിൽ മലയാളികളിൽ ലെൻസ്മാൻ റിവ്യൂസ് എന്നുള്ള റിവ്യൂസാണ്. പുള്ളിക്കാരൻ പറഞ്ഞതിനനുസരിച്ചിട്ട് ഈ സിനിമ കാണണ്ടെന്ന് ഞാൻ വിചാരിച്ചിരുന്നത്. അപ്പോൾ ഇന്നാണ് എനിക്ക് മനസ്സിലായത് ലെൻസ്മാൻ റിവ്യൂ. ലെൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതാണ് നമ്മുടെ ലെൻസും കൊണ്ടുവന്നിട്ടായിരിക്കും ചിലപ്പം പുള്ളി സിനിമ കാണുന്നത്. അപ്പോൾ അതുപോലെ ഞാനും ഒരു ലെൻസ്മാൻ റിവ്യൂസിൻ്റെ നോക്കി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇവിടെ ബാംഗ്ലൂരിലെ കന്നഡ ഭാഷാ തീവ്രവാദം വരെ എനിക്ക് ഈ ഒരു സിനിമ കണ്ടതിന് ശേഷം എനിക്ക് ആ ഒരു ചിന്ത എന്നെ മനസ്സിലേക്ക് പോയത്. അപ്പം ഇതെല്ലാം കൂടെ കൊണ്ടുള്ള ഒരു ആകത്തുകയാണ് ഈ ഒരു സിനിമ ഒരു ചിന്തോദ്ദീപകമായിട്ടുള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പം ഇതൊക്കെയായിരുന്നു എനിക്ക് സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. ഇനി കൂടുതലൊന്നും പറയാനില്ല.